അപ്പോൾ ദേ നമ്മുടെ അടീനിയം ശരിക്കും അടീനിൻ്റെ വിത്ത് കണ്ട മൂത്ത് പൊട്ടാറായിട്ടാ. അപ്പോൾ ഈ പാകം ഇത് ചുമന്ന കളറായി തുടങ്ങി. അപ്പോൾ ഈ പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെപ്പോഴും റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കണം. കാരണം റബ്ബർ ബാൻഡ് മാത്രം വേണമെന്നില്ല കേട്ടോ, നൂലായാലും മതി. എന്തിനാ കെട്ടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരുവിധം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഉള്ളത് പൊട്ടിപ്പോവാം. അപ്പോൾ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വിത്ത് നമുക്ക് പാകം കിട്ടില്ല, ഒക്കെ പൊട്ടി പറന്ന് ഇങ്ങനെ പൂപ്പന്താടി പോലെ പോകും. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ കെട്ടി വയ്ക്കണേ. ഇത് കണ്ട ഈ അടീനിയത്തിൻ്റെ മൾട്ടി പെറ്റലും ആണ്, അതുപോലെ തന്നെ മൾട്ടി കളറുമാണ് കേട്ടോ. എന്ത് രസമല്ലേ ഇതിൻ്റെ കളർ കാണാനായിട്ട്, നല്ല ഭംഗിയില്ലേ. ഇത് ബഞ്ചായിട്ടാണ് കേട്ടോ പൂക്കൾ ഉണ്ടാവണേ. ശരിക്കും കണ്ട കുറേ ഉണ്ടാവണുണ്ട്, കുറേ മുട്ടുകൾ ഉണ്ടാവണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഈ പൂക്കൾ കാണാനായിട്ട് ഇടയായിട്ടോ ആരോ. അപ്പോൾ ഈ പൂക്കൾ കാണാൻ ഇടയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്നാ എന്താന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് ഏഞ്ചലോണിയ എന്നാണ് കേട്ടോ. ഇതെൻ്റെ ഒരു കൂട്ടുകാരി മിനി എന്ന് പറഞ്ഞ കണ്ടക്ടർ അങ്കമാലിലുള്ളതാണ്. അപ്പം അവൾക്ക് ഓൺലൈനിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ ചെടികൾ വിൽപ്പനയുണ്ടായിരുന്നു. അപ്പം ഞാൻ 150 രൂപ എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയതാണ് കേട്ടോ, ഒരു തൈ വാങ്ങിയതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം മഴ ചെയ്തപ്പോൾ പോയിട്ട് കുറേ, കാരണം മഴ ഇത് നല്ലോണം വിരിഞ്ഞുണ്ടായിരുന്നു, നിറയുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയോ ഇത് കണ്ടു. ഇതിപ്പോൾ ഇതൊക്കെ കുറേ പോയതാണ്. നല്ല ഭംഗി, ഒന്നിച്ച് വിരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.